ഞാനിപ്പോൾ സൈഡ് സീറ്റിലാണ്. എൻ്റെ ശരിക്കുള്ള സീറ്റ് ഇതാണ്. ഇപ്പുറത്ത് ഇവിടെ വേറെ ആരോ വരും, ആരാന്നറിയില്ല. ആള് വരുന്നത് വരെ ഇവിടുത്തെ കാഴ്ച കണ്ടിരിക്കാം. അയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറും. അയാൾ വരുന്നവരെ മാക്സിമം മുതലാക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യാത്ര ചെയ്തത് കായംകുളം ടു കാസർഗോഡായിരുന്നു. അന്ന് യാത്ര കഴിഞ്ഞപ്പോൾ പലരും യാത്രയുടെ എക്സ്പീരിയൻസ് ചോദിച്ചിരുന്നു. കാരണം കല്ലട കുറച്ച് നെഗറ്റീവുള്ള വണ്ടിയാണല്ലോ. ചാർജറിൻ്റെ അവസ്ഥ അറിയാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ചാർജർ നേരെയില്ലായിരുന്നു. യെസ്, ചാർജിങ് പോയിന്റ് നേരെയുണ്ട് ഇങ്ങോട്ട്. പിന്നെ ബസ്സിൽ വെള്ളമില്ല. റെയിൽവേ നിന്ന് വാങ്ങിയ വെള്ളം അത് വീണ്ടും നിറച്ച് വെച്ച ഭാഗ്യമായി. വെള്ളമൊന്നുമില്ല. വെള്ളം വെക്കാനുള്ള ഈ സാധനം ഉണ്ട് കേട്ടോ. എ സിൻ്റെ നല്ല ഫുൾ സ്പീഡിലാണ് എ സി ഇതുള്ളത്. ദിസ് ഇസ് നോട്ട് വർക്കിംഗ്. റീഡിങ് ലാമ്പ് ഇല്ല. ഇതിൻ്റെ റീഡിങ് ലാമ്പ് ഇവിടെ ഇതേ ഇല്ല. വെള്ളം പിന്നെ റീഡിങ് ലാമ്പ്. എൻ്റെ അടുത്തുള്ള ആൾ വരുന്നവരെ എനിക്ക് ഇങ്ങനത്തെ കോർപ്പായൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ആൾ വന്ന പിന്നെ ഞാൻ എന്താ പറയുക, ഇൻട്രോവേർട്ടോ. എനിക്ക് ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ പൊതുവെ സംസാരിക്കും മറ്റൊന്നും ഒരു നാണക്കേട. അയാൾ വരുന്നത് വരെ എന്തൊക്കെ ചെയ്യാൻ പറ്റത്തൊക്കെ ചെയ്യട്ടെ. സമയം 9:33. ഇവിടെ മറ്റു ഷോപ്പുകളൊന്നുമില്ല. ആകെ ഒരു ഹോട്ടലുമുണ്ട്, ഒരു 4 ബസ് നിറച്ചു ആൾക്കാരുമുണ്ട്. അതിനുള്ള ഭയങ്കര റഷാണ്. അങ്ങനത്തെ ബസ്സുകളൊക്കെ കുറച്ച് കൂടുതൽ ഹോട്ടലുകളും കുറച്ച് കൂടുതൽ ഷോപ്പുകളൊക്കെ ഉള്ള സ്ഥലത്ത് നിർത്തിയിരുന്നെങ്കിൽ എത്ര ഉപകാരമായിരുന്നു. എന്ത് ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് പോകുന്ന സമയത്ത് അവർ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ഒരു അമ്പലപ്പുഴയിൽ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള അതിൻ്റെ അടുത്ത് കുറച്ച് ഫ്രൂട്ട്സുകളും മറ്റൊക്കെയുള്ള ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉപകാരമായിരുന്നു. ഇപ്പോൾ ഒക്കെ കുടിഞ്ഞ പോലെ. സമയം 7:45. ഫൈനലി കല്ലട കാസർഗോഡ് എത്തി.